എൻ്റെ വീട്ടിലേക്ക് പോലീസ് വന്നിട്ട് ഞാൻ അവരെ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് നേരം സംസാരിക്കണം, ഞാൻ അവരെ തിരിച്ച് ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ നടന്ന എന്താണെന്ന് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഇടാനായിട്ട് എനിക്ക് കുറേയധികം കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഇന്നലെ നടന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇതെൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളാണ്. ഈ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൂടെ ഒരു റോഡുണ്ട്. ആ റോഡിലേക്ക് നിങ്ങൾ കാണിച്ചു തരാം. റോഡിൻ്റെ അടുത്തേക്ക് പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പോലീസ് ജീപ്പിൽ നിന്ന് 4 പേര് പുറത്തിറങ്ങി. ഒരാൾ സിവിൽ ഡ്രസ്സിലാണ് ഇറങ്ങി വന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ മേളിൽ ഇരിക്കുന്ന സമയത്താണ് അയാൾ എൻ്റെ നീ എന്താണ് അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലുള്ള വേറെ എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എടുത്തോണ്ടെന്ന് ചോദിച്ചു, നീ എന്ത് ചീത്തയും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നീ എന്ത് വർത്തമാനമാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ ചോദിച്ചു, സാറെന്ത് വർത്തമാനമാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനിത് തിരിച്ചയാളടുത്ത് പറയുന്ന അയാൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ. അയാൾ ഉടനെ എൻ്റെ വീടിൻ്റെ മേളിലേക്ക് ചാടി കയറി വന്നിട്ട് എൻ്റെ പാൻറ്റൊക്കെ വലിച്ച് താത്തിട്ട്, അതുപോലെ തന്നെ എൻ്റെ ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് എന്നെ അസഭ്യം പറയുകയും, അതുപോലെ തന്നെ ഒരുപാട് എന്നെ രീതിയിൽ കുറേയധികം എൻ്റെ ദേഹത്തൊക്കെ പിടിച്ച് വലിച്ച് പരിശോധിക്കുകയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാണ്. കാരണം എൻ്റെ വീടിൻ്റെ മേളിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മേളിലേക്കാണ് ഇവർ കയറി വരുന്നത്. എന്തിൻ്റെ കാരണത്തിലാണ് കയറി വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പരിപാടികളെല്ലാം നടന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ബഹളം ഉണ്ടാക്കുകയും, നീ എന്താണ് ചീത്ത വിളിച്ചതെന്നൊക്കെ രീതിയിൽ ഇവർ സംസാരിച്ച് തുടങ്ങി. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ വീടിൻ്റെ താഴെ എൻ്റെ അച്ഛനും അമ്മയും കയറി വന്ന് ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്. ആ ഒരു വീട്ടിൻ്റെ മേളിൽ വന്നപ്പോഴത്തേക്കും അവർ അച്ഛനമ്മയും ചോദിച്ചു എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തുടങ്ങി ഞാൻ അവരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോൺ അവർ പിടിച്ച് വാങ്ങിച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെ ഫോണിൽ ക്യാമറ ഓണാക്കിയിട്ട് അവർ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. വീഡിയോ എടുത്തിട്ട് പറഞ്ഞു ഞാൻ അവരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് ഘോരം അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ അവരെ ചീത്ത വിളിച്ചു, ഞാൻ അവരുടെ അടുത്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞ പദം ഇതാണ്, എൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത്. ആ മാന്യത എനിക്കറിയാൻ പാടില്ല. എന്നെ ഒരാൾ ചീത്ത വിളിച്ചിട്ട് ഞാൻ അയാൾക്ക് എങ്ങനെ മാന്യത കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നെ ചീത്ത വിളിച്ച അയാളടുത്ത് ഞാൻ തിരിച്ച് സംസാരിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നീ മാന്യമായിട്ട് സംസാരിക്കുന്നത്, നീ തിരിച്ച് ചീത്ത വിളിച്ചിട്ട്. ഞാൻ ചീത്ത വിളിച്ചില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയാം. കാരണം ഞാൻ ചീത്ത വിളിക്കാത്ത ഒരു വ്യക്തിയോ അങ്ങനത്തെ ഒരു മനുഷ്യനോ അല്ല. ഞാൻ ചീത്ത വിളിക്കുകയും അതുപോലെ തന്നെ എല്ലാവരെ പോലെ തന്നെ ഞാനൊരു മനുഷ്യനാണ്. പക്ഷെ ഇന്നലെ ഞാൻ അയാളെ ചീത്ത വിളിച്ചിട്ടില്ല. ഞാൻ ചീത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഞാൻ തിരിച്ച് ചോദിച്ചു. എൻ്റെ അടുത്ത് നീ എന്ത് വർത്തമാനാണ് പറയണമെന്ന് എൻ്റെ അടുത്ത് രീതിയിൽ എന്നെ ചീത്ത വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്ത് വർത്തമാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിച്ചു. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. ഞാനത് ഇരിക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലും അവർ താഴെയാണ്, റോഡിലാണ് നിൽക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഡയറക്റ്റ് വന്ന് താഴെ ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. മെയിനായിട്ട് ഇവിടെ വരാനായിട്ടുള്ള മെയിൻ റീസൺ എന്നാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു മെൻസ് ഹോസ്റ്റലും അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റൽ, കാരക്കോണം SMCSയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് പയ്യന്മാർ വന്ന് വെള്ളം അടിക്കാൻ വേണ്ടി വരുന്ന പയ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വരുന്ന പയ്യന്മാരുണ്ട്. ഒരുപാട് പയ്യന്മാർ ഇഷ്ടംപോലെ പയ്യന്മാർ വരും. അപ്പോൾ അവന്മാർക്കെതിരെ നാട്ടുകാരും അതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ഇവർ അന്വേഷിക്കാനായിട്ട് വന്നത്. ഇവർ അന്വേഷിക്കാൻ വരുവാണെങ്കിൽ ഒന്നിൽ ഇവർ ഗ്രൗണ്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുക. സമൂഹത്തിൽ നമ്മൾ ഈ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളിടത്ത് ചോദിക്കണമെങ്കിൽ ഇവർക്ക് മാന്യമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം. മാന്യത പോട്ടെ, എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. മാന്യത ശരി, ഓക്കെ, ഞാൻ ആരെയൊന്നും മാന്യമായിട്ട് ഞാൻ